എവ്രിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആമദൽസ് ലോ ഫോർ ഫിക്സഡ് വർക്ക് ലോഡ് എന്ന ടോപ്പിക്കാണ്. നമ്മൾ പാരലൽ പ്രോസസ്സിംഗ് കമ്പ്യൂട്ടേഴ്സിലാണ് നമ്മൾ ഈ ഒരു ആമദൽസ് ലോയുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് പാരലലി നമുക്ക് നമ്മുടെ പ്രോസസ്സേഴ്സിന് വർക്കിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാകും എന്നുള്ളതാണ് നമ്മൾ ഈ ആമദൽസ് ലോ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ സിസ്റ്റമിൽ നമ്മളൊരു പുതിയ എൻഹാൻസ്മെൻറ്റ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തു. ആ ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെ നമ്മുടെ ഓവറോൾ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ആമദൽസ് ലോ വഴി അറിയാൻ പറ്റും. അങ്ങനെ ഈ ആമദൽസ് ലോയിനെ നമുക്ക് രണ്ട് പേഴ്സ്പെക്റ്റീവായി തിരിച്ച് രണ്ട് രീതിക്ക് ഒരു എക്സ്പ്ലനേഷനാണ് നമ്മളിവിടെ നോക്കാനായി പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബേസിക്സ് ഓഫ് പെർഫോമൻസ് ഇവാലുവേഷൻ എന്തൊക്കെയാണ്? നമ്മുടെ ഒരു കമ്പ്യൂട്ടർ എടുക്കുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഇറ്റ് വിൽ ഹാവ് ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻസ്. ആ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിൻ്റെ ബേസിസിലായിരിക്കും. ഒരു പ്രോഗ്രാം, അതിൻ്റെ അകത്ത് കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ആ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് ആ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഇറ്റ് ക്യാൻ ഹാവ് കമ്പോണൻസ് വിച്ച് ആർ സീക്വൻഷ്യൽ ആൻഡ് പാരലൽ. സീക്വൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോർഷനെ നമുക്ക് ഡയറക്റ്റ്ലി ഒന്ന് കഴിഞ്ഞടുത്തത് അത് കഴിഞ്ഞടുത്തത് അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. പാരലലായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറ്റ് എ ടൈം പാരലൽ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ പാരലൽ പ്രോസസ്സേഴ്സിന്, ഒരു കമ്പ്യൂട്ടറിൽ തന്നെ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സിന് ഈ വർക്കിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ആ വർക്കിനെ നമുക്ക് ചെയ്ത് തീർക്കാനായി പറ്റും. അങ്ങനെയുള്ള രണ്ട് ടൈപ്പ് അൽഗോരിതംസ് ഉണ്ടാകാം, സീക്വൻഷ്യലായി വർക്ക് ചെയ്യുന്നതും പാരലലായി വർക്ക് ചെയ്യുന്നതും. അപ്പോൾ ഒരു പ്രോഗ്രാം എടുത്താൽ ആ പ്രോഗ്രാമിന് രണ്ട് പാർട്ടാണ്, സീക്വൻഷ്യലും പാരലലും. സീക്വൻഷ്യൽ അൽഗോരിതം എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് എക്സിക്യൂഷൻ ടൈം വിച്ച് ഇസ് എക്സ്പ്രസ്ഡ് ആസ് എ ഫങ്ഷൻ ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് സൈസാണ്. അതായത് നമ്മുടെ ആ ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള അൽഗോരിതം എന്ന് പറയുന്നത് അതിൻ്റെ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് ആ ഒരു ഇൻപുട്ട് സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. പാരലൽ അൽഗോരിതമാണ് എങ്കിൽ അത് ഈ ഒരു ഇൻപുട്ട് സൈസിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ ഒരു പാരലൽ ആർക്കിടെക്ചർ എങ്ങനെയാണ്, നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് എത്രയുണ്ട്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു പാരലൽ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെട്രിക്സസ് എന്തൊക്കെയാണ്, എന്തിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ പെർഫോമൻസിനെ പറയുന്നത്? പാരലൽ റൺ ടൈം, സ്പീഡപ്പ്, എഫിഷ്യൻസി. ഇത് മൂന്നുമാണ് നമ്മൾ മെയിനായിട്ട് പെർഫോമൻസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പെർഫോമൻസിനെ മെഷർ ചെയ്യുന്നത് ഈ മൂന്ന് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്. പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് മെഷേഴ്സും ഉണ്ട്, ലൈക്ക് MIPS. നമ്മൾ നേരത്തെ MIPS എന്താണെന്ന് നമുക്കറിയാം, മില്യൺ ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ്. അത് കൂടുന്തോറും നമുക്ക് എത്ര മില്യൺ ഇൻസ്ട്രക്ഷൻസ് ഒരു സെക്കൻഡിൽ ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് മില്യൺ ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ്. ദാറ്റ് ഇസ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ റേറ്റ് ആണ്. ദെൻ പീക്ക് പെർഫോമൻസ് ഉണ്ട്, സസ്റ്റെയിൻഡ് പെർഫോമൻസ് ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കേപ്പബിലിറ്റി ഉണ്ട്. എത്ര മെഗാ ഫ്ലോപ്സ് ആണ് അല്ലെങ്കിൽ ജിഗാ ഫ്ലോപ്സ് ഡാറ്റേനെ നമുക്ക് അറ്റ് എ ടൈമിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ബേസിസിൽ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് മെഷേഴ്സ് ഉണ്ട്. സോ നമുക്ക് ഇതിൻ്റെ അകത്ത് ആ ഒരു പെർഫോമൻസ് മെട്രീസസ് എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പെർഫോമൻസ് മെട്രീസസ് ദേ ആർ ഓഫ് 3 ടൈപ്സ്: പാരലൽ റൺ ടൈം, സ്പീഡപ്പ് ആൻഡ് എഫിഷ്യൻസി. സോ ആദ്യം പാരലൽ റൺ ടൈം എന്താണെന്ന് നോക്കാം. പാരലൽ റൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് T(n) എന്ന് പറയുന്നത് പാരലൽ റൺ ടൈം ആണ് എങ്കിൽ ദാറ്റ് മീൻസ് n പ്രോസസ്സേഴ്സ് പാരലലായിട്ട് ഒരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനെ റൺ ചെയ്യാനെടുക്കുന്ന സമയമാണ് T(n) എന്ന് പറയുന്നത്. T(n) എന്ന് പറഞ്ഞാൽ n പ്രോസസ്സേഴ്സ്, എന്നിൻ്റെ വാല്യൂ എത്രയാണോ അത്രയും പ്രോസസ്സേഴ്സ് പാരലലി റൺ ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ചെയ്ത് തീർക്കാനെടുക്കുന്ന സമയമാണ് T(n). n = 1 മീൻസ് T(1), അതായത്
സീക്വൻഷ്യലി ഒരാൾ ഒറ്റ പ്രോസസ്സർ തന്നെ ചെയ്താൽ എത്ര സമയമെടുക്കും, അതാണ് T(1). നെക്സ്റ്റ് വാല്യൂ അല്ലെങ്കിൽ നെക്സ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നതാണ് സ്പീഡപ്പ്. സ്പീഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റേഷ്യോ ആണ്. അതായത് ഒരു സിംഗിൾ പ്രോസസ്സർ ചെയ്യാനെടുക്കുന്ന, ഇപ്പം നമ്മുടെ കയ്യിലുള്ള പ്രോഗ്രാം ചെയ്ത് തീർക്കാൻ ഒരു സിംഗിൾ പ്രോസസ്സർ എത്ര ടൈം എടുക്കും ഡിവൈഡഡ് ബൈ n നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് അത് ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് സ്പീഡപ്പ് ഓഫ് n എന്ന് പറയുന്നത്. S ഓഫ് n എന്ന് പറഞ്ഞാൽ T(1), അതായത് ഒരു പ്രോസസ്സർ ആ ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്യാൻ എത്ര ടൈം എടുക്കും ഡിവൈഡഡ് ബൈ T(n). n പ്രോസസ്സേഴ്സ് ഈ ഒരു സെയിം സാധനം n പ്രോസസ്സേഴ്സിൽ ചെയ്യാനായിട്ട് പാരലലി ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കും. അതായത് ഹൗ ഫാസ്റ്റർ ദ പ്രോഗ്രാം റൺ ഓൺ എ പാരലൽ കമ്പ്യൂട്ടർ റാദർ ദാൻ എ സിംഗിൾ പ്രോസസ്സറാണ് സ്പീഡപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നതിന് പകരം നമ്മളിപ്പോൾ ഒരു 10 സിസ്റ്റം യൂസ് ചെയ്താൽ എത്ര സ്പീഡിൽ അത് വർക്ക് ചെയ്യും എന്നുള്ളതാണ് സ്പീഡപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പെർഫോമൻസ് മെട്രിക്സ് ആണ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡപ്പ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രോസസ്സേഴ്സിൻ്റെ റേഷ്യോ ആണ് എഫിഷ്യൻസി ഓഫ് n എന്ന് പറയുന്നത്. എഫിഷ്യൻസി ഓഫ് n ഓൺ എ പ്രോഗ്രാം ഓൺ n പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് സ്പീഡപ്പ് അച്ചീവ്ഡ് ആൻഡ് ദി നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് യൂസ് ടു അച്ചീവ് ഇറ്റ്. എത്ര പ്രോസസ്സേഴ്സ് കൊണ്ട് എത്ര സ്പീഡപ്പ് അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ എഫിഷ്യൻസി കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ അവിടെ എസ് ഓഫ് എന്നിനെ വേണമെങ്കിൽ നമുക്ക് T(1) ബൈ T(n) എന്ന് റീപ്ലേസ് ചെയ്തിട്ട് വി ഗോട്ട് എ ഇക്വേഷൻ ലൈക്ക് T(1) ബൈ T(n) ഇൻറ്റു n എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. സ്പീഡപ്പ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ഒരു ഐഡിയ വെച്ചിട്ട് സ്പീഡപ്പ് ഷുഡ് ഇൻക്രീസ് ലീനിയർലി ഇൻക്രീസ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു പ്രോസസ്സറിൽ ചെയ്യാനായിട്ട് 10 മിനിറ്റ് എടുക്കുമെങ്കിൽ അതേ ജോലി ഒരു 100 പ്രോസസ്സറിന് ചെയ്യാനായിട്ട് മേ ബി ഒരു നാനോ സെക്കൻഡേ എടുക്കുകയുള്ളൂ. അത് ഇപ്പോൾ ഞാൻ 1000 എന്നുള്ളത് 1 lakh പ്രോസസ്സർ ആകുകയാണെങ്കിൽ ഈ ഒരു ലോജിക്ക് പ്രകാരമാണെങ്കിൽ വളരെ കുറച്ച് സമയം, കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്ന ടൈം പോലും എടുക്കില്ല എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. പക്ഷേ അങ്ങനെയല്ല, നമ്മൾക്ക് അതിൽ ഒരു തിരുത്തുണ്ട്. സ്പീഡപ്പ് എന്ന് പറയുന്നത് ലീനിയർലി നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് വച്ചിട്ട് കൂടുകയില്ല. അവിടെ ബോട്ടിൽ നെക്ക് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ കൂടി നമ്മൾ വെള്ളം ഒരു ബോട്ടിലിൽ എടുക്കുകയാണെങ്കിൽ ആ വെള്ളം പുറത്തേക്ക് കളയുമ്പോൾ നമുക്ക് ആ ബോട്ടിലിൻ്റെ വാവട്ടം അതിൻ്റെ അത് പുറത്തേക്ക് പോകുന്ന ആ ഒരു ഔട്ട്ലെറ്റ് വലുതാകുന്തോറും അത് വീഴാനുള്ള കൂടുതൽ സാധനം വീഴാനുള്ള ഒരു ചാൻസ് കൂടുകയാണ്. അതേസമയം അതിൻ്റെ ആ ബോട്ടിലിൻ്റെ നെക്ക് ചെറുതാകും തോറും ആ വെള്ളം വീഴുന്നതും കുറഞ്ഞ് വരും. സോ ഹിയർ ഓൾസോ വി ഹാവ് എ ബോട്ടിൽ നെക്ക് ഇഷ്യൂ ഉണ്ട്. നമ്മളുടെ സ്പീഡപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലീനിയർ ഗ്രോത്ത് കിട്ടുകയില്ല വിത്ത് നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് ഇൻക്രീസ്. മോസ്റ്റ് കേസിലും പാരലൽ ഓവർഹെഡ് കാരണം ഈ സ്പീഡപ്പ് എന്ന് പറയുന്നത് ഒരു സാച്ചുറേഷനിലേക്ക് പോവുകയാണ് പതിവ്. സോ ഈ സ്പീഡപ്പിൻ്റെ പെർഫോമൻസ് ലോസ് ആണ് ആമദൽസ് ലോ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫിക്സഡ് വർക്ക് ലോഡ് അല്ലെങ്കിൽ ഫിക്സഡ് പ്രോബ്ലം സൈസ്. പിന്നെ ഗുസ്റ്റാഫസൺ ലോ ഇവിടെ ഫോർ സ്കെയിൽഡ് പ്രോസസ്സേഴ്സാണ്, വേർ പ്രോബ്ലം സൈസ് ഇൻക്രീസസ് വിത്ത് മെഷീൻ സൈസ്. നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് വെച്ചിട്ട് നമ്മുടെ പ്രോബ്ലം സൈസ് കൂടുന്നതനുസരിച്ച് മെഷീൻ്റെ സൈസ് കൂടുക എന്നുള്ളതാണ്. സൺ ആൻഡ് നീ ലോ സ്കെയിൽഡ് പ്രോബ്ലംസ് ബൗണ്ടഡ് ബൈ മെമ്മറി കപ്പാസിറ്റി ആണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ആമദൽസ് ലോ ആണ്. സോ വി വിൽ സ്റ്റഡി ആമദൽസ് ലോ ഇൻ ഡീറ്റെയിൽ. അപ്പോൾ ഇപ്പോൾ ഇത്രയും ക്ലിയർ ചെയ്യുക. ദർ ആർ സീരിയൽ ആൻഡ് പാരലൽ പാർട്ട് ഫോർ എ പ്രോഗ്രാം. അതിൽ അതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനായിട്ട് 3 മെട്രിക്സസ് ഉണ്ട്: പാരലൽ റൺ ടൈം, സ്പീഡപ്പ് ആൻഡ് എഫിഷ്യൻസി. സോ സ്പീഡപ്പ് ഈസ് T(1) ബൈ T(n). എഫിഷ്യൻസി ഈസ് സ്പീഡപ്പ് ബൈ n. ഇത്രയും നമുക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആമദൽസ് ലോയിലേക്ക് കടക്കാം. ആമദൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്രോഗ്രാം വിച്ച് ക്യാൻ ബി പാരലലൈസ്ഡ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻറ്റു 2 പാർട്സ് എന്നാണ് പറയുന്നത്. വിച്ച് ക്യാൻ ബി പാരലലൈസ്ഡ് ആൻഡ് വിച്ച് ക്യാൻ നോട്ട് ബി പാരലലൈസ്ഡ്.
ഇപ്പോൾ ഒരു പ്രോഗ്രാം എടുത്താൽ അതിന് 2 പാർട്ടുണ്ട്. സീരിയലായിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന പാർട്ട്, പാരലായിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന പാർട്ട്. സോ ഇപ്പോൾ ഇമാജിൻ എ പ്രോഗ്രാം ദാറ്റ് പ്രോസസ് എ ഫയൽ ഫ്രം എ ഡിസ്ക്. നമുക്കൊരു എക്സാമ്പിളാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇത് എങ്ങനെ വരും എന്ന് നോക്കാൻ. സോ നമ്മുടെ കയ്യിൽ ഒരു പ്രോഗ്രാമുണ്ട്. ഡിസ്കിൽ നിന്നുള്ള ഫയൽസിനെ പ്രോസസ്സ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അതിൻ്റെ അകത്തൊരു സ്മോൾ പാർട്ട് ഓഫ് പ്രോഗ്രാം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ടറീനെ സ്കാൻ ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇൻറ്റേർണലി ഉള്ള ഫയൽസ് ഇൻ മെമ്മറിയുടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ച് ഫയൽ ഈസ് പാസ് ടു എ സെപ്പറേറ്റ് ത്രെഡ് ഫോർ പ്രോസസ്സിങ്. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫയലിനെ പ്രോസസ്സ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് പാരലലി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സിന് ചെയ്യാവുന്നൊരു പണിയേ ഉള്ളൂ. പക്ഷേ ആ ഡയറക്ടറീനെ സ്കാൻ ചെയ്ത് ആ ഫയലിൻ്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത്, അതായത് നമ്മളൊരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് പല പ്രോസസ്സറിൽ വെച്ച് ചെയ്യാൻ പറ്റില്ല. അത് സീരിയലായിട്ട് അവിടെ വെച്ച് തന്നെ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് പാരലൈസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദേ കനോട്ട് ബി ഡൺ ഇൻ പാരലൽ. സോ അതാണ്. അപ്പോൾ ഒരു പ്രോഗ്രാമിന് ഇറ്റ് ക്യാൻ ഹാവ് പാരലൽ പാർട്ട് ആൻഡ് ദാറ്റ് കനോട്ട് ബി പാരലായിട്ട് വർക്ക് ചെയ്യുന്ന 2 പാർട്ടുണ്ട്. ദ ടോട്ടൽ ടൈം ടേക്കൺ ടു എക്സിക്യൂട്ട് ദ പ്രോഗ്രാം only serial can be named as T ആണ് എങ്കിൽ the time T includes both of the non-parallelized and parallelizable part ആണ്. സോ ഇപ്പോൾ സീരിയലി എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ only serially T ആണ് എങ്കിൽ T includes time both non-parallelizable part and parallelizable പാർട്ടിൻ്റെ ടൈം ആയിരിക്കും Tൻ്റെ അകത്ത് ഉണ്ടാവുക. ഇപ്പോൾ T എന്ന് പറയുന്നത് ടോട്ടൽ സീരിയൽ എക്സിക്യൂഷൻ ടൈം ആണെന്നിരിക്കട്ടെ. അതായത് സീരിയൽ എക്സിക്യൂഷൻ ചെയ്യുന്നതിൻ്റെ മാത്രം ടൈമാണ് T. B എന്ന് പറയുന്നത് നോൺ ടോട്ടൽ പാരലൈസബിൾ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ടൈം മാത്രമാണെന്നിരിക്കട്ടെ. ദെൻ T - B ചെയ്യുവാണെങ്കിൽ പാരലലൈസബിൾ പാർട്ടിൻ്റെ ടൈം കിട്ടും. സീരിയൽ മൈനസ് നോൺ പാരലൽ പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പാരലൽ പാർട്ടിൻ്റെ ഒരു ടോട്ടൽ ടൈം കിട്ടും. A - B കിട്ടും = C അത്രയേ ഉള്ളൂ. വെൻ എക്സിക്യൂട്ടഡ് സീരിയലി നോട്ട് ഇൻ പാരലൽ. സോ ഇതാണ് T എന്ന് പറയുന്നത് ടൈം ഓഫ് സീരിയൽ എക്സിക്യൂഷൻ. B എന്ന് പറയുന്നത് ടൈം ഓഫ് നോൺ പാരലലൈസബിൾ പാർട്ടിൻ്റെ ടോട്ടൽ ടൈമാണ്. നോൺ പാരലലൈസ് ചെയ്യാൻ പറ്റില്ലാത്ത പാർട്ടിൻ്റെ ടോട്ടൽ ടൈം. സീരിയൽ ടൈമിൻ്റെ ടോട്ടൽ എക്സിക്യൂഷൻ മൈനസ് ടോട്ടൽ ടൈം ഓൺ നോൺ പാരലലൈസബിൾ പാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്കിയിൽ നിന്ന് പാരലലൈസബിൾ പാർട്ടിന് എത്ര ടൈം എടുക്കും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ എ പ്രോഗ്രാം ഇറ്റ് ക്യാൻ ബി ബ്രോക്കൺ അപ്പ് ഇൻ ടു നോൺ പാരലലൈസബിൾ പാർട്ട്. പാരലലൈസ് ചെയ്യാൻ പറ്റാത്ത പാർട്ട് ഇതെന്ന് പറയുന്നത് B എന്ന് പറയുന്ന പാർട്ടിനെ നമുക്ക് ഒരിക്കലും പാരലലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് സീരിയലാണ്. ഇത് ആ ഒരു പ്രൊസസ്സറിൽ തന്നെ നിൽക്കേണ്ട പാർട്ടാണ്. ഇതിന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് പാരലൈസബിൾ പാർട്ട്, പാരലൈസബിൾ B എന്ന് പറയുന്നത് നോൺ പാരലൽ പാർട്ടാണെങ്കിൽ 1 - B ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാരലായിട്ട് വർക്ക് ചെയ്യുന്ന പാർട്ട് കിട്ടും. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ B എന്ന് പറയുന്നത് നോൺ പാരലലൈസബിൾ പാർട്ടാണ്. 1 - B എന്ന് പറയുന്നത് പാരലലൈസബിൾ പാർട്ടാണ്. ഇത്രയും ചെയ്യാനായിട്ട് T of 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ പ്രോസസ്സറിൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ T of 1 ടൈം എടുക്കും. ഈ പ്രോഗ്രാം ഒരു സിംഗിൾ പ്രോസസ്സറിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ടൈം എടുക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിക്യൂഷൻ വിത്ത് എ പാരലൈസേഷൻ ഫാക്ടർ ഓഫ് 2, അതായത് 2 പ്രോസസ്സറിൽ നമ്മൾ ഇതിനെ ഈ സെയിം സാധനത്തിന് 2 പ്രോസസ്സറിൽ ചെയ്യുവാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ബിക്ക് ഒരു മാറ്റമില്ല. B കനോട്ട് ബി ഡൺ പാരലലി. B എന്ന് പറയുന്നത് B ചെയ്യാൻ എത്ര സമയം എടുക്കുമോ അത്രയും സമയം നേരത്തെ എടുക്കുന്ന അതേ ടൈം തന്നെ ഇവിടെ എടുക്കും. നമ്മുടെ 1 - Bനെയാണ് നമുക്കിനി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് 2 പ്രോസസ്സറിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ 1 - B ഒരുമിച്ച് ചെയ്ത സ്ഥലത്ത് നമുക്കതിനെ 1 - B/2 1 - B/2 എന്ന് പറഞ്ഞ് 2ആയി ഡിവൈഡ് ചെയ്ത് 2 പ്രോസസ്സറിന് കൊടുത്തു. അപ്പോൾ നമ്മുടെ ടൈം എന്ന് പറയുന്നത് നേരത്തെ T of 1 ഇത്രയും ടൈം T of 1 എടുത്ത സ്ഥലത്ത് വി ഓൺലി ടുക്ക് ദിസ് മച്ച് ടൈം. സോ നമ്മൾ ഈ ഒരു ടൈം ഇത്രയും ടൈം നമ്മൾ സേവ് ചെയ്തു.
സോ 2 പ്രോസസ്സർ വന്നപ്പോൾ ഇത്രയും ടൈം നമ്മൾ സേവ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ പാരലൈസേഷൻ ഫാക്ടർ ഓഫ് 3 യൂസ് ചെയ്യുകയാണ് എങ്കിൽ ബിക്ക് യാതൊരുവിധ മാറ്റവും ഇല്ല. ബി എന്ന് പറയുന്നത് നോൺ പാരലൈസബിൾ പാർട്ടാണ്, അതിന് ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മുടെ പാരലായിട്ട് വർക്ക് ചെയ്യാവുന്ന പാർട്ടിനെ 3 ആക്കി ഡിവൈഡ് ചെയ്ത് അപ്പോൾ നമ്മൾ പിന്നെയും നമ്മുടെ വർക്ക് കുറയുകയാണ്. അതായത് ഇപ്പോൾ 2 പേരുള്ളൂ, 2 പേർക്കൊരു വർക്ക് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ കൃത്യം പകുതിക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. 3 പേരാകുമ്പോൾ നമ്മൾ അതനുസരിച്ച് 1/3 1/3 1/3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. 4 പേരാകുമ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന വർക്കും ചെറുതാവും. അപ്പോൾ വർക്ക് ചെറുതാവും തോറും അവർക്കത് ചെയ്ത് തീർക്കാനുള്ള സമയവും കുറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു പാരലൈസബിൾ പാർട്ട് എന്ന് പറയുന്നത് ചെയ്ത് തീർക്കാൻ വളരെ കുറച്ച് ടൈം മതിയാവും. സേ കൺസിഡർ ഇപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇപ്പോൾ എൻ്റെ ഈ ഒരു പ്രോസസ്സറിന് ഇപ്പോൾ ഞാൻ ഇത് ഒരു 1000 പ്രോസസ്സേഴ്സ് ഉണ്ട് എന്നിരിക്കട്ടെ. സോ ഇവിടെ 1000 പ്രോസസ്സേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് 1 - b/1000 ആയിരിക്കും ഒരു പാർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ 1000 പേര് ചെയ്യുവാണ്. ഇവർ 1000 പേര് ചെയ്യുമ്പോൾ ഈ ഒരാൾക്കെന്ന് പറയുന്നത് വളരെ കുറച്ചായിട്ടുള്ളൊരു വർക്കേ ഉള്ളൂ. ആ ഒരു വർക്ക് ചെയ്തു തീർക്കാൻ ഒട്ടും ടൈം എടുക്കില്ല. അപ്പോൾ പാരലൽ പാർട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങ് തീരും. ഇപ്പോൾ പാരലൽ പാർട്ട് അതിന് നെഗ്ലിജിബിൾ ടൈം എടുത്തോളൂ എന്നിരിക്കട്ടെ. സ്റ്റിൽ നമ്മളുടെ ഈ ഒരു പ്രോസസ്സ് ചെയ്ത് തീർന്നോ? ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പാർട്ടിന് ഒട്ടും ടൈം എടുത്തില്ല, ഇതിവിടെ തീർന്നു എന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഈ ബി എന്ന് പറയുന്ന പാർട്ട് അനങ്ങാണ്ട് അവിടെ ഇരിക്കുകയാണ്. അതിനെ നമ്മൾ തൊട്ടിട്ട് പോലുമില്ല. അപ്പോൾ അതിന് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടൈമാണ്. നമ്മൾ പാരലലൈസ് ചെയ്ത് 1000 അല്ല, 1000 അല്ല, 10,000 അല്ല, 1,00,000 പ്രോസസ്സേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാലും ഇവിടെ ഈ നോൺ പാരലലായിട്ടുള്ള പാർട്ടിന് ആ സമയം അവിടെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പം നമ്മൾ എത്ര പ്രോസസ്സർ യൂസ് ചെയ്താലും ഈ പാരലലായിട്ടുള്ള ഈ സീരിയലായിട്ടുള്ള സാധനം തീർന്നാലാണല്ലോ നമുക്ക് ഇത് ഫുള്ളി തീർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് എ കോൺസ്റ്റൻറ്റ് ടൈം എന്തായാലും എടുക്കും. ഓക്കെ, സോ ആമദൽസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എ ഗിവൺ പ്രോബ്ലം സൈസ്, ഒരു ഗിവൺ പ്രോബ്ലം സൈസിൽ സ്പീഡപ്പ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻക്രീസ് ചെയ്യില്ല as the number of processor increases. In fact, speedup tend to become saturated എന്നാണ് പറയുന്നത്. ഇത് ആമദൽസ് ലോയുടെ ഒരു കോൺസിക്വൻസ് ആണ്. സോ അക്കോർഡിംഗ് ടു ആമദൽസ് ലോ, ഒരു പ്രോഗ്രാം ഇറ്റ് കണ്ടെയ്ൻസ് 2 പാർട്ട്, കംപ്ലീറ്റ്ലി സീരിയൽ സീക്വൻഷ്യൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പാരലൽ. 2 പാർട്ടുണ്ട് ആമദൽസ് ലോ വെച്ചിട്ട്. ഇപ്പോൾ TS എന്ന് പറയുന്നത് ടൈം ടേക്കൻ ടു പെർഫോം സീരിയൽ ഓപ്പറേഷൻ ആണ് എങ്കിൽ അത് ഒരു ഫ്രാക്ഷൻ, ആൽഫ എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് സീക്വൻഷ്യലായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആൽഫ ടൈം എടുക്കുമെങ്കിൽ ഓഫ് ദി ടോട്ടൽ എക്സിക്യൂഷൻ T(1), ദെൻ ദി ടൈം TP ടു പെർഫോം പാരലൽ ഓപ്പറേഷൻ ഷാൽ ബി 1 - ആൽഫ ആയിരിക്കും. അപ്പോൾ ഇത് സീരിയലാണ് എങ്കിൽ 1 - ആൽഫ പാരലൽ ചെയ്യാൻ എടുക്കുന്ന സമയം ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ ആമദൽസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആൽഫ ഇൻറ്റു T(1) ടൈം എടുക്കും. അങ്ങനെയാണെങ്കിൽ പാരലൽ ചെയ്യാനായിട്ട് 1 - ആൽഫ ഇൻറ്റു T(1) ടൈം എടുക്കും. അതായത് ഒരു സിംഗിൾ പ്രോസസ്സറിന് എടുക്കുന്ന ടൈം ഇൻറ്റു 1 - ആൽഫ ടൈം എടുക്കും. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ദ ടൈം TS ടേക്കൻ ടു പെർഫോം എ സീരിയൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആൽഫ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൽഫ ഓഫ് ദി ടോട്ടൽ എക്സിക്യൂഷൻ ടൈമാണ്. മൊത്തം ടോട്ടൽ എക്സിക്യൂഷൻ ടൈമിൻ്റെ ഒരു ആൽഫ ഇൻറ്റു T(1) ആയിരിക്കും സീരിയൽ ചെയ്യാനെടുക്കുന്ന മൊത്തം ടൈം എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു T(1) ആണ്. പാരലൽ TP എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1 - ആൽഫ ഇൻറ്റു T(1) ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു പാരലൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ലീനിയർ സ്പീഡപ്പ് അച്ചീവ് ചെയ്യുകയാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ T(n) എന്ന് പറയുന്നത് n പ്രോസസ്സേഴ്സ് ഉണ്ട് എങ്കിൽ T(s) പ്ലസ് TP/n ആയിരിക്കും. അതായത് നമ്മളിത് ഇവിടെ ചെയ്തത്, ഇവിടെ ഇപ്പോൾ 2 പ്രോസസ്സർ ആണെങ്കിൽ B പ്ലസ് 2 പ്രോസസ്സർ ആണെങ്കിൽ B പ്ലസ്
1-b/2 വരെയാണ് നമ്മൾ ഇവിടെ സ്പീഡപ്പ് അച്ചീവ് ചെയ്യുന്നത്. സോ സെയിം വേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടി ഓഫ് എൻ എന്ന് പറയുന്നത് ടോട്ടൽ സ്പീഡപ്പ് അച്ചീവ് ഇവിടുത്തെ ടൈം ഇത് ചെയ്ത് തീർക്കാനായിട്ട് എൻ പ്രോസസ്സേഴ്സിന് ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് തീർക്കാനായിട്ട് സീരിയൽ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, അതിനൊരു വ്യത്യാസമില്ല, അതങ്ങനെ തന്നെ നിൽക്കും. പിന്നെ പാരലായിട്ട് ചെയ്യാനെടുക്കുന്ന ടൈം ബൈ എൻ, പാരലായിട്ട് ചെയ്യാനെടുക്കുന്ന ടൈം ഡിവൈഡഡ് ബൈ എത്ര പ്രോസസ്സേഴ്സ് ഉണ്ടോ അത്രയും വെച്ച് ഡിവൈഡ് ചെയ്യുക. 2 പ്രോസസ്സർ ഉള്ളെങ്കിൽ അത് ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും, 1-b/2 ആയിരിക്കും. നമ്മൾ 3 പ്രോസസ്സർ ഉണ്ടെങ്കിൽ 1-b/3 ആയിരിക്കും. അപ്പോൾ ഇതാണ് TS + TP/n കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. ഇവിടെ TS എന്ന് പറയുന്നത് ഇവിടുത്തെ B ആണ്, 1-b എന്ന് പറയുന്നത് പാരലലിൻ്റെ TP ആണ്, /n ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് TNൻ്റെ വാല്യൂ കിട്ടും. ഇതെന്ന് പറയുന്നത് സീരിയൽ, ഇത് പാരലൽ. നേരത്തെ ആ ഫിഗറിൻ്റെ അകത്ത് B എന്ന് പറയുന്നത് സീരിയൽ, 1-b എന്ന് പറയുന്നത് പാരലലായിരുന്നു. TS TP എന്ന് പറയുന്ന 1-b/n ചെയ്ത് കഴിഞ്ഞാൽ T ഓഫ് n കിട്ടും. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. TS എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു T ഓഫ് 1 ആണ്. TP എന്ന് പറയുന്നത് 1-α ഇൻറ്റു T ഓഫ് 1/n ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ദിസ് ഇസ് ഫൗണ്ട് ആസ് ആൻ ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിൽ നിന്ന് സ്പീഡപ്പ് കണ്ടുപിടിക്കാം. സ്പീഡപ്പ് ഈസ് T ഓഫ് 1/T ഓഫ് n ആണ്. T ഓഫ് 1 എടുത്ത് എഴുതുക, T ഓഫ് n-ൻ്റെ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ T ഓഫ് 1 ഉണ്ട്, T ഓഫ് 1 എല്ലായിടത്തിലും കോമൺ ആയിട്ട് T ഓഫ് 1 ഉള്ളതുകൊണ്ട് T ഓഫ് 1 വെട്ടിപ്പോയി. 1/α + 1-1α/n എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇവിടെ ഇതാണ് നമ്മുടെ സ്പീഡപ്പിന് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ n-ൻ്റെ വാല്യൂ n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഹിയർ ഈ n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് വാല്യൂ ആയി മാറുകയാണ് എങ്കിൽ, n ടെൻസ് ടു ഇൻഫിനിറ്റി ആവുകയാണ് എങ്കിൽ, ഈ ഒരു ഫാക്ടറിന് ഇതെന്ന് പറയുന്നത് നമ്മുടെ പാരലൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന പാർട്ടാണ്, ഇത് എന്ന് പറയുന്നത് സീരിയലായിട്ട് വർക്ക് ചെയ്യുന്ന പാർട്ടാണ്. ഈ പാരലലായിട്ട് വർക്ക് ചെയ്യുന്നതിന് ഈ n-ൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആവുകയാണ് എങ്കിൽ ഇതിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. സോ ഇത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വലൻ ടു 0 ആയി മാറും. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് n-ൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് ഇൻഫിനിറ്റി അതായത് ഒരു വെരി ലാർജ് വാല്യൂ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പാരലൽ പാർട്ട് ഓൾമോസ്റ്റ് 0 ആകും. സോ ഇതിൻ്റെ സ്പീഡപ്പ് എന്ന് പറയുന്നത് 1/α ആയി മാറും. അതായത് ദാറ്റ് മീൻസ് സ്പീഡപ്പ് വിൽ ഓൺലി ഡിപ്പെൻഡ് ഓൺ ദി സീരിയൽ പാർട്ട്. ഓക്കെ, ഇപ്പോൾ n പ്രോസസ്സേഴ്സ് ഉണ്ട് എങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ്, എത്ര പ്രോസസ്സർ ഉണ്ട് എങ്കിലും സീരിയൽ ചെയ്യാൻ എടുക്കുന്ന സമയം അതവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. പാരലൽ ചെയ്യാൻ എടുക്കുന്ന സമയം പാരലൽ മേ ഹാപ്പൻ ലൈക്ക് അത് പെട്ടെന്ന് ഒറ്റ സെക്കൻഡിൽ തീർന്നു കാണും. ബട്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ, പാരലൽ തീർന്നുകൊണ്ട് മാത്രം നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഫുള്ള് തീരത്തില്ല. സോ പാരലൽ തീർന്നുകൊണ്ട് ഇത് തീർന്നു എന്ന് ഒരു നിർബന്ധവും ഇല്ല, അതോടുകൂടി ഇത് തീരുന്നുമില്ല. സോ വാട്ട് ഹാപ്പൻസ് ഇസ് അതുകൊണ്ട് നമ്മുടെ ഈ ഒരു S ഓഫ് n ബൈ 1/α ആയി മാറുകയാണ് ചെയ്യുന്നത്. അതായത് എത്ര പ്രോസസ്സർ നമ്മൾ എംപ്ലോയ് ചെയ്താൽ പോലും സ്പീഡപ്പ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ടു 1/α ആയി മാറും. ഇതാണ് സീക്വൻഷ്യൽ ബോട്ടിൽ നെക്ക് പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ആമദൽസ് ലോയുടെ ഒരു ഷോർട്ട് കമ്മിങ് എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ലോഡ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ എക്സിക്യൂഷൻ ടൈം ഡിക്രീസ് ചെയ്യുന്നത് വിത്ത് ഇൻക്രീസിങ് നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് കൂടുമ്പോൾ ശരിക്കും എക്സിക്യൂഷൻ ടൈം അവിടുത്തെ ഡിക്രീസ് ചെയ്യാണ് വേണ്ടത്. സോ ഇതിൻ്റെ ഒരു ഷോർട്ട് കമ്മിങ് കളയാനായിട്ട് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പ്രോബ്ലം സൈസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഷോർട്ട് കമ്മിങ് മാറ്റാനുള്ള ഒരു മെത്തേഡ്. സോ സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കുവാണ്. സോ കാൽക്കുലേറ്റ്, സപ്പോസ് ദി കാൽക്കുലേഷൻ ഹാസ് 4% സീരിയൽ പോർഷൻ,
സീരിയലായിട്ട് 4% ഉണ്ട്. വാട്ട് ഈസ് ദ ലിമിറ്റ് ഓഫ് സ്പീഡപ്പ് ഓൺ 16 പ്രോസസ്സേഴ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ദി മാക്സിമം സ്പീഡപ്പ്. സോ 16 പ്രോസസ്സേഴ്സിൻ്റെ സ്പീഡപ്പിൻ്റെ ലിമിറ്റ് എത്രയാണ്? അപ്പോൾ SN ചോദിച്ചിരിക്കുന്നത് S(16) ആണ് ചോദിച്ചേക്കുന്നത്. സോ വി ഹാവ് എ ഇക്വേഷൻ. SNൻ്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിരുന്നു. N ഡിവൈഡഡ് ബൈ 1 പ്ലസ് n-1 ഇൻറ്റു ആൽഫ ആണ് SNൻ്റെ ഇക്വേഷൻ. സോ സ്പീഡപ്പ് ഓഫ് Nൻ്റെ ഇക്വേഷനാണ് N/1 പ്ലസ് n-1 ഇൻറ്റു ആൽഫ. ഇതിൽ ജസ്റ്റ് Nൻ്റെ വാല്യൂ is 16, ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സീരിയൽ പോർഷൻ ആണ് ആൽഫ എന്ന് പറഞ്ഞേക്കുന്നത്. ആൽഫ എന്ന് പറഞ്ഞാൽ സീരിയൽ പോർഷൻ, 1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ പാരലൽ പോർഷൻ. അത് മാത്രം നമ്മൾ ഓർത്താൽ മതി. സോ ഇതിൽ നിന്ന് വി ക്യാൻ ഫൈൻഡ് അവർ സ്പീഡപ്പ് എന്ന് പറയുന്നത്, ലിമിറ്റ് ഓൺ സ്പീഡപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി മാക്സിമം സ്പീഡപ്പ് എത്രയാണ്? മാക്സിമം സ്പീഡപ്പ് എന്ന് പറയുന്നത് 1/α ആയിരിക്കും മാക്സിമം സ്പീഡപ്പ് എന്ന് പറയുന്നത്. അതായത് സ്പീഡപ്പിൽ തന്നെ ഏറ്റവും ഹയർ വരാവുന്ന വാല്യൂ എന്ന് പറയുന്നത് 1/α ആയിരിക്കും. മറ്റേ അതിൻ്റെ അകത്തെ ആ പാരലലായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. ബിക്കോസ് എന്നിൻ്റെ വാല്യൂ വളരെ ഹൈ ആയി മാറുവാണെങ്കിൽ അത് അങ്ങ് 0 ആയി പോവും. അപ്പോൾ അതിന് അതാവില്ല മാക്സിമം വാല്യൂ. ഇപ്പോൾ മാക്സിമം വരുമ്പോൾ ഇതായിരിക്കും മാക്സിമം വരാവുന്ന സ്പീഡപ്പ് എന്ന് പറയുന്നത് 1/α ആണ്. So here alpha is 4%, that is 0.04. So 1/0.04 ചെയ്തപ്പോൾ 25 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 90% ഓഫ് കാൽക്കുലേഷൻ ക്യാൻ ബി പാരലൈസ്ഡ്, then what is the maximum speed up which can be achieved on 5 processors? 5 പ്രോസസ്സർ ഉണ്ട്, അതിന് വരാവുന്ന മാക്സിമം സ്പീഡപ്പ് എന്താണ്? സെയിം ഇക്വേഷൻ n/1 പ്ലസ് n-1 ആൽഫയാണ് ഇക്വേഷൻ. സോ 5/1 പ്ലസ് 5-1 ഇൻറ്റു 0.10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിൻ്റെ അകത്തുനിന്ന് S(n) കിട്ടും. S(n) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡയറക്റ്റ് ഇക്വേഷൻ വെറുതെ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. സോ ദിസ് ക്യാൻ ഗിവ് എസ് നമ്മുടെ ഇക്വേഷൻ നമുക്ക് ഇതിൽ നിന്ന് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ഈസ് അബൌട്ട് ആമദൽസ് ലോയുടെ ഒരു സിംഗിൾ പേഴ്സ്പെക്റ്റീവാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഒരു ലിറ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു പേഴ്സ്പെക്റ്റീവ്, ഈ പേഴ്സ്പെക്റ്റീവാണ് കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ ആമദൽസ് ലോ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവാണിത്. സോ അക്കോർഡിംഗ് ടു ഹൗ ക്യാൻ വി ഡിഫൈൻ ആമദൽസ് ലോ ഓൺ ദി ബേസിസ് ഓഫ് പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ്. പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ ബേസിസിൽ എങ്ങനെ നമുക്ക് ആമദൽസ് ലോയിനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് അടുത്തത് അറിയേണ്ടത്. സോ ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പെർഫോമൻസ് ഗെയിൻ ദാറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻ ബൈ ഇംപ്രൂവിങ് സം പോർഷൻ ഓഫ് എ കമ്പ്യൂട്ടർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ആമദൽസ് ലോ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് നമ്മുടെ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന് വി ആർ ഗിവിങ് സം ഇംപ്രൂവ്മെൻറ്റ്, ഏതെങ്കിലും ഒരു പോർഷന് വി ആർ ഗിവിങ് സം ഇംപ്രൂവ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം കോഡ് എടുത്തിട്ട് ആ കോഡിന് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു പോർഷന് മാത്രം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കുകയാണ്. ആ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ ഓവറോൾ പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഓവറോൾ ആ ഒരു കമ്പ്യൂട്ടറിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ആമദൽസ് ലോ വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ദി ആമദൽസ് ലോ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് to be gained from using some faster mode of execution is limited by the fraction of time the faster mode can be used. അതായത് നമ്മൾ ഒരു പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് ടു ബി ഗെയിൻഡ് ഫ്രം യൂസിങ് സം ഫാസ്റ്റർ മോഡ് ഓഫ് എക്സിക്യൂഷൻ, നമ്മളൊരു പുതിയ ഫാസ്റ്റർ മോഡ് ഓഫ് എക്സിക്യൂഷൻ വച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടാവുന്ന പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ലിമിറ്റ് ചെയ്തേക്കാണ് ബൈ ദി ഫ്രാക്ഷൻ ഓഫ് ടൈം
ദി ഫാസ്റ്റർ മോഡ് ക്യാൻ ബി യൂസ്ഡ്. ഫാസ്റ്റർ മോഡ് യൂസ് ചെയ്യുന്ന ആ ഒരു ടൈമിലേക്ക് ലിമിറ്റ് ചെയ്തേക്കാണ്. ഞാനിപ്പോൾ ഒരു പുതിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് എൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു കുഞ്ഞു സ്ഥലത്ത് മാത്രം ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തു. ആ സാധനം എത്ര നേരം യൂസ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും നമ്മൾക്ക് ആ ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ദ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ടു ബി ഗെയിൻഡ് ഫ്രം യൂസിങ് സം ഫാസ്റ്റർ മോഡ്, നമ്മൾ ആ ഫാസ്റ്റർ മോഡ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ഫാസ്റ്റർ മോഡിനെ എന്തോരം നേരം യൂസ് ചെയ്യുന്നു എന്നുള്ളതിലേക്ക് ലിമിറ്റഡ് ആണ്. സോ ഇവിടെ സ്പീഡപ്പിന് അവർ വേറൊരു ഇക്വേഷൻ കൊടുത്തേക്കുവാണ്. പെർഫോമൻസ് ഫോർ ദി എൻറ്റയർ ടാസ്ക് യൂസിങ് ആൻ എൻഹാൻസ്മെൻറ്റ് വെൻ പോസിബിൾ ബൈ പെർഫോമൻസ് ഓഫ് ദി എൻറ്റയർ ടാസ്ക് വിത്തൗട്ട് യൂസിങ് ആൻ എൻഹാൻസ്മെൻറ്റ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം, execution time for an entire task without using an enhancement by execution time for an entire task when using an enhancement when possible. Performance കൂടുന്നത് for an entire task, performance of an entire task using an enhancement by without using an enhancement. Execution time without using an enhancement by with using an enhancement. അപ്പോൾ ഇതിൻ്റെ ഒരു റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു എൻഹാൻസ്മെൻറ്റ് കൊണ്ട് ഗുണം ഉണ്ടായോ ദോഷം ഉണ്ടായോ എന്ന് ഈ ഒരു റേഷ്യോ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ Amdahl's law, it gives a quick way to find the speed up from some enhancement which depends on two factors: fraction of computation time in original computer that can be converted to take advantage of the enhancement. Fraction of computation time in original computer that can be converted to take an advantage of the enhancement. നമ്മുടെ ഒറിജിനൽ കമ്പ്യൂട്ടർ അതിൻ്റെ അകത്തെ ഉള്ള കമ്പ്യൂട്ടേഷൻ ടൈമിൻ്റെ ഫ്രാക്ഷൻ ടു നമ്മൾ ആ പുതിയ എൻഹാൻസ്മെൻറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ ആ ഒരു ഇതിൻ്റെ ഒരു ഫ്രാക്ഷനാണ് നമ്മൾ ഈ Amdahl's law വെച്ചിട്ട് എടുക്കുന്നത്. സോ ഇതിന് രണ്ട് ഫാക്ടേഴ്സ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഫ്രാക്ഷൻ എൻഹാൻസ്മെൻറ്റും സ്പീഡപ്പ് എൻഹാൻസ്മെൻറ്റും എന്ന് പറയുന്ന രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് Amdahl's law ഇരിക്കുന്നത്. സോ നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്, ഫ്രാക്ഷൻ എൻഹാൻസ്മെൻറ്റ് ആൻഡ് സ്പീഡപ്പ് എൻഹാൻസ്മെൻറ്റ്. സോ ഫ്രാക്ഷൻ എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വാല്യൂ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ആ ഒരു എൻഹാൻസ്മെൻറ്റ് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ എൻഹാൻസ്മെൻറ്റ് കൊടുത്ത് നമ്മൾ എത്ര നേരം കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു ബൈ പഴയ പ്രോഗ്രാം ആയിരുന്നെങ്കിൽ എത്ര നേരം കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ എൻഹാൻസ്മെൻറ്റ് കൊടുക്കുന്നത് എന്തിനാണ്? കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എൻ്റെ പ്രോഗ്രാം നേരത്തെ 60 സെക്കൻഡ് എടുക്കുന്നൊരു പ്രോഗ്രാം ഇപ്പോൾ ഞാൻ എൻ്റെ പുതിയ എൻഹാൻസ്മെൻറ്റോട് കൂടി 20 സെക്കൻഡേ എടുത്തുള്ളൂ എങ്കിൽ 20 ഡിവൈഡഡ് ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാക്ഷൻ എൻഹാൻസ്മെൻറ്റ് കിട്ടും. അതായത് എൻ്റെ ഓൾഡ് പ്രോഗ്രാമിന് 60 സെക്കൻഡ് എടുക്കുമായിരുന്നു. ഞാൻ പുതിയ എൻഹാൻസ്മെൻറ്റ് കൊടുത്തപ്പോൾ അതിനാകെ 20 സെക്കൻഡ് കൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടി. അപ്പോൾ എൻ്റെ പുതിയ എൻഹാൻസ്മെൻറ്റിന് ആകെ കുറച്ച് സമയം എടുക്കുകയുള്ളൂ കമ്പയർഡ് ടു എൻ്റെ പഴയത്. അപ്പോൾ പുതിയത് ഡിവൈഡഡ് ബൈ പഴയത് എക്സിക്യൂഷൻ ടൈം ചെയ്യുകയാണ് എങ്കിൽ എനിക്ക് ഫ്രാക്ഷൻ എൻഹാൻസ്മെൻറ്റ് കിട്ടും. ഫ്രാക്ഷൻ എൻഹാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേഷ്യോ ഓഫ് ടൈം ടേക്കൺ ടു എക്സിക്യൂട്ട് the program with an enhancement divided by time taken to execute a program without enhancement. ഈ ഫ്രാക്ഷൻ എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. സോ ഇവിടെ 20 ഡിവൈഡഡ് ബൈ 60 ചെയ്യുകയാണെങ്കിൽ സോ ഇതിൻ്റെ വാല്യൂ വിൽ ബി ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പീഡപ്പ് എൻഹാൻസ്മെൻ്റ് ആണ്. സ്പീഡപ്പ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മച്ച് ഫാസ്റ്റർ ദി ടാസ്ക് വുഡ് റൺ ഇഫ് ദി എൻഹാൻസ്ഡ് മോഡ് വർ യൂസ് ഫോർ ദി എൻറ്റയർ പ്രോഗ്രാം ഓവർ ദി ഒറിജിനൽ മോഡ്. അതായത് നമ്മുടെ പ്രോഗ്രാം ഈ ഒരു പുതിയ എൻഹാൻസ്മെൻറ്റ് വച്ച് റൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഫാസ്റ്ററായിട്ട് വർക്ക് ചെയ്യും കമ്പയർ ടു നമ്മുടെ ഒറിജിനൽ പ്രോഗ്രാമിനെ വെച്ച് നോക്കുമ്പോൾ. ഒറിജിനൽ പ്രോഗ്രാമിന് സേ അത് റൺ ചെയ്യാനായിട്ട് 20 സെക്കൻഡ് എടുത്തു, സേ 5 സെക്കൻഡ്സ് എടുത്തു എങ്കിൽ ഇപ്പോൾ പുതിയ എൻഹാൻസ്മെൻറ്റ് വെച്ചിട്ട് അതിന് കുറച്ച് സമയം എടുക്കുന്നുള്ളൂ, 2 സെക്കൻഡ്സേ എടുക്കുന്നുള്ളൂ.
സോ സ്പീഡപ്പ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒറിജിനൽ മോഡിന് എടുക്കുന്ന ടൈം ഡിവൈഡഡ് ബൈ നമ്മൾക്ക് ഇപ്പോൾ സ്പീഡപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫാസ്റ്റർ ആകും. അപ്പോൾ ഡിവൈഡഡ് ബൈ എൻഹാൻസ്ഡ് മോഡിൽ എടുക്കുന്ന ടൈം ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് സ്പീഡപ്പ് എൻഹാൻസ്മെൻറ്റ്. സ്പീഡപ്പ് എന്ന് പറഞ്ഞാൽ പുതിയത് വച്ചിട്ട് എന്തോരം ടൈം ഫാസ്റ്ററായിട്ട് നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് സ്പീഡപ്പ് എൻഹാൻസ്മെൻറ്റ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 1ൽ കൂടുതലായിരിക്കും. ബിക്കോസ് നമ്മൾ എൻഹാൻസ് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് ഫാസ്റ്ററായിട്ട് വർക്ക് ചെയ്യാനാണ്. അപ്പോൾ ഓൾഡിന് എപ്പോഴും ടൈം കൂടുതലായിരിക്കും, ഡിവൈഡഡ് ബൈ ന്യൂ ചെയ്യുമ്പോൾ ടൈം കുറവായിരിക്കും. അപ്പോൾ ഹൈ ബൈ ലോ ചെയ്യുമ്പോൾ എന്തായാലും ഒരു 1 ഗ്രേറ്റർ ദാൻ ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത്, നമ്മൾ ഇവിടെ എടുക്കാൻ നേരത്ത് എത്ര ഫാസ്റ്ററായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഈ സ്പീഡപ്പ് എൻഹാൻസ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേറസ് ഫ്രാക്ഷൻ എൻഹാൻസ്മെൻറ്റിൻ്റെ അകത്ത് എക്സിക്യൂഷൻ ടൈമിൻ്റെ ബേസിസിലാണ് നമ്മൾ ഫ്രാക്ഷൻ എൻഹാൻസ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ അമദൽസ് ലോ വച്ചിട്ട് നമുക്ക് സ്പീഡപ്പും ഈ ഒരു ഫ്രാക്ഷൻ എൻഹാൻസ്മെൻറ്റും കണ്ടുപിടിക്കാൻ പറ്റും. യൂസിങ് ഫ്രാക്ഷൻ എൻഹാൻസ്മെൻറ്റ് ആൻഡ് സ്പീഡപ്പ് എൻഹാൻസ്മെൻറ്റ് വെച്ചിട്ട് വി ക്യാൻ ഫൈൻഡ് സ്പീഡപ്പ് ഫോർ സം എൻഹാൻസ്മെൻറ്റ്. സോ execution time using an original computer with an enhanced mode will be the time spent using an unenhanced portion of the computer plus the time spent using enhancement. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എക്സിക്യൂഷൻ ടൈമാണ്. പുതിയ എക്സിക്യൂഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതിന് എത്ര ടൈം എടുത്തു പ്ലസ് നമ്മുടെ പുതിയ എൻഹാൻസ്ഡ് മോഡിന് എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ എക്സിക്യൂഷൻ ടൈം ന്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ന്യൂ എക്സിക്യൂഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് എക്സിക്യൂഷൻ ടൈം ഇൻറ്റു 1 മൈനസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് പ്ലസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് ബൈ സ്പീഡപ്പ് എൻഹാൻസ്ഡ്. 1 മൈനസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾഡ് മോഡിൽ ഒറിജിനൽ കമ്പ്യൂട്ടറിന് എത്ര ടൈം എടുത്തു പ്ലസ് പുതിയതിന് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് ബൈ സ്പീഡപ്പ് എൻഹാൻസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ യൂസിങ് എൻഹാൻസ്മെൻറ്റ് എത്ര ടൈം എടുത്തു എന്നുള്ളതാണ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് ബൈ സ്പീഡപ്പ് എൻഹാൻസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ നിന്ന് ഓവറോൾ സ്പീഡപ്പ് കണ്ടുപിടിക്കാം. ഓവറോൾ സ്പീഡപ്പ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് എക്സിക്യൂഷൻ ടൈം ഓഫ് ഓൾഡ് ബൈ എക്സിക്യൂഷൻ ടൈം ഓഫ് ന്യൂ ആണ്. സോ ഇതിൽ രണ്ടിൻ്റെ എക്സിക്യൂഷൻ ടൈം എന്ന് പറയും ഓൾഡ് ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ 1/1 മൈനസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് പ്ലസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് ബൈ സ്പീഡപ്പ് എൻഹാൻസ്ഡ് എന്ന് നമുക്ക് ഇതിന് ഒരു ഇക്വേഷൻ കിട്ടും. സോ ഇവിടെ ഇതിപ്പോൾ ഒരു സിംഗിൾ എൻഹാൻസ്മെൻറ്റ് ഉണ്ടെങ്കിലുള്ള കേസാണ് 1 മൈനസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് പ്ലസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് ബൈ സ്പീഡപ്പ് എൻഹാൻസ്ഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മോർ ദാൻ 1 എൻഹാൻസ്മെൻറ്റ് വരികയാണ്. സോ F1, F2, F3 എന്ന് പറയുന്ന മൂന്ന് എൻഹാൻസ്മെൻറ്റ് വന്നു. മൂന്ന് എൻഹാൻസ്മെൻറ്റിൻ്റെയും ഫ്രാക്ഷൻ എൻഹാൻസ്മെൻ്റ് ആണ്. ഫസ്റ്റ് വണ്ണിൻ്റെ ഫ്രാക്ഷൻ എൻഹാൻസ്മെൻറ്റ് ഇസ് F1, സെക്കൻഡ് വണ്ണിൻ്റെ F2, തേർഡ് വണ്ണിൻ്റെ F3 ആണ് എങ്കിൽ അതിൻ്റെ ഇൻഡിവിജ്വൽ സ്പീഡപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ഓവറോൾ സ്പീഡപ്പ് അതിൻ്റെ ഇൻഡിവിജ്വൽ സ്പീഡപ്പ് എന്ന് പറയുന്നത് S1, S2, S3 ആണ് എങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനെ 1 മൈനസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡിൻ്റെ സ്ഥാനത്ത് F1/F1 പ്ലസ് F2 പ്ലസ് F3 എന്ന് വരും. ഇവിടെ F1 ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് ബൈ സ്പീഡപ്പ് എൻഹാൻസ്ഡ് ഇവിടെ ഒരെണ്ണത്തിന് പകരം 3 എണ്ണം വരും. F1/S1 പ്ലസ് F2/S2 പ്ലസ് F3/S3 എന്ന് പറഞ്ഞ് 3 എണ്ണം വരും. സോ എന്താണ് ആപ്ലിക്കേഷൻസ് ഓഫ് അമദൽസ് ലോ? അമദൽസ് ലോ വെച്ചിട്ട് നമുക്കൊരു ക്വിക്ക് വേ ടു ഫൈൻഡ് എ സ്പീഡപ്പ് ഫ്രം സം എൻഹാൻസ്മെൻറ്റ് തരുന്നുണ്ട്. നമുക്ക് രണ്ട് സിസ്റ്റമിനെ കമ്പയർ ചെയ്യണമെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് കമ്പയർ ചെയ്യണമെങ്കിൽ അമദൽസ് ലോ ഒരു വെരി ഗുഡ് തിങ് ആണ്. പ്രോസസ്സർ ഡിസൈൻസ് തമ്മിൽ കമ്പയർ ചെയ്യാനും ഒക്കെ അമദൽസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദി പ്രോബ്ലംസ് ഓൺ അമദൽസ് ലോ. So this we will discuss on the next video. Keep watching. Thank you.